That scares me. Like thinking there is a community itself is like, okay, but agreeing with her, whatever she's saying, that's എനിക്കത് പേടിയായി സത്യം പറയാൻ. എനിക്ക് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായി. I was scared. ഇൻഫർമേഷന്റെ പരിധിയിലേക്ക് പോവുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 2 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. ആൻഡ് നിങ്ങൾ ഈ ഡിഫെയിം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അവരങ്ങനെ സിവിൽ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. And have 3 children, how you're managing it all, don't question me. That's what I'm saying. I can be a CEO. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം ദയാസുജിത്ത് ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു വീഡിയോ കണ്ട സമയത്തൊക്കെ എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും കാര്യങ്ങൾ ഒരാളുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ സൈഡിൽ നിന്ന് ഇത്രയും കല്ലേറുകൾ ആ ഒരു പെൺകുട്ടിക്ക് നേരെ വന്നപ്പോൾ പോലും വാട്ട് ക്വാളിറ്റി സ്പീക്സ് എന്നതായിരുന്നു ഞാൻ ആ ഒരു വീഡിയോക്കകത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ മഞ്ജു ചേച്ചി വളർത്തിയ മകൾ അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് വളർന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് മഞ്ജു ചേച്ചി ആ ഒരു മകളെ വളർത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ആ ഒരു വീഡിയോക്കകത്തോടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഇനി ഈ ഒരു വീഡിയോയ്ക്ക് നമുക്ക് കുറച്ചധികം വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഷെഫീന ബീവി പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ പറയാനുള്ളത് കാരണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ കൂടെ പുള്ളിക്കാരി ഇട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കുറച്ച് സംഭവങ്ങൾ കേട്ടപ്പോഴത്തേക്കിന് ഈ ന്യായീകരിച്ച് മെഴുകുക എന്ന് പറയില്ല, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ കുറേ പുഴുക്കുത്തുകൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഇവരെ എല്ലാവരും കൂടെ ഒരുമിച്ച് അട്ടിയടിക്ക് ചേർന്ന് ഇങ്ങനെ നിന്നിട്ടാണ് ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് ഷെഫീന ബീവി പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും ഇത് കഴിഞ്ഞിട്ട് ഷെഫീന ബീവിയുടെ ബയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടേക്കുന്നൊരു സംഭവമുണ്ട്, ഫീമെയിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നും പറഞ്ഞുണ്ട്. എന്ത് ഫീമെയിലിൻ്റെ അല്ലെങ്കിൽ ഏത് ഫീമെയിലിൻ്റെ ഏത് റൈറ്റിന് വേണ്ടിയിട്ടാണ് ഇവർ ആക്ടിവിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഫീമെയിലിൻ്റെ ഒരു പെൺകുട്ടിയുടെ റൈറ്റ്സിനെ അവളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ അവളുടെ ആ ഒരു റൈറ്റിനകത്ത് കയറിയിട്ട് ചൂഷണം ചെയ്തിട്ട് ആൾക്കാരുടെ മുന്നിൽ പിച്ച് ചീന്താൻ വേണ്ടിയിട്ട് അവളുടെ വസ്ത്രം ശരിയല്ല, അതുകൊണ്ട് ആൾക്ക് വേണമെങ്കിൽ അവളെ കയറിയിട്ട് റേപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യം ആൾക്കാരിലോട്ട് എത്തിക്കുന്ന ഇവരാണോ ഫീമെയിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഇങ്ങനെ കൊടുക്കുന്നത് സ്വന്തമായിട്ടൊക്കെ അങ്ങ് പറയാം. എന്നിട്ട് ഇവരെ ഇൻസ്റ്റാൾ ഇട്ടിരിക്കുന്ന വേറൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, of a 15-year-old girl who was brought up in Dubai. I also believe in modern values and often wear Western attire myself. However, I would never allow my daughter to expose her body in a way that could attract unwanted attention or misuse by others. As a mother, I am not against her right to dress as she chooses, but I feel it is my responsibility to protect her. I also believe that if someone chooses to wear revealing attire, they should be prepared to face society's criticism and should not later complain about it. This is my personal opinion and how I feel as a mother എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്നതാണ്. ഇതിനകത്ത് ഇതേപോലെ തന്നെയാണ് പല ആളുകളുടെയും മൈൻഡ് സെറ്റ് ഇതുപോലെ തന്നെയാണ്. അതായത് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ വീട്ടിൽ ആൺമക്കളുണ്ടെങ്കിൽ ആ ആൺമക്കളെ മര്യാദയ്ക്ക് വളർത്താൻ ഇവരെ കൊണ്ട് അറിയത്തില്ല. ഒരു പേരൻ്റ് എന്ന നിലയിൽ ഇവരെല്ലാവരും കൂടെ വലിയ ഭൂലോക പരാജയങ്ങളായതുകൊണ്ടാണ് ഒരു പെൺകുട്ടിയുടെ മണ്ടക്കോട്ട് ഈ ബ്ലെയിം മൊത്തം ഇവരെല്ലാം കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലൊരു പെൺകുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം അതിക്രമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിന് ഇവിടെ നാട്ടിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ആൺമക്കളെ നല്ല രീതിയിൽ വളർത്താത്തതിൻ്റെയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാത്തതിൻ്റെയോ അതൊന്നും അല്ല അവരുടെ മുന്നിലെ പ്രശ്നങ്ങളും കൺസേണും കാര്യങ്ങളൊക്കെ. പെൺകുട്ടികളുടെ വസ്ത്രമാണ് ഇതിനെല്ലാം പ്രശ്നം എന്നുള്ളത്. അതെന്താണെങ്കിലും സൂപ്പറായിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇവർ ഭയങ്കര ഫെമിനിസ്റ്റ് ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇക്വാലിറ്റിനെ പറ്റിയിട്ട് മുമ്പ് ഒരിക്കൽ പ്രിയങ്ക ചോപ്ര ഒരു മീഡിയാസിന്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. Because physiologically men and women are different, sir. There is no debate about it. Equality is not about physics. Oh my God, this is so basic. We have to get into it. Okay, when we talk about equality and opportunity, we talk about cerebral opportunity. We're not saying I want to be able to be 200 pounds like a man and beat the shit out of somebody else. We're not saying that. We're saying you get the ability to get the job, to be the CEO, and nobody questions when you're driven at 50 and have 3 children, how you're managing it all. Don't question me. That's what I'm saying. I can be a CEO and a mother. അത് തന്നെയാണ് ഫീമെയിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ബയോയിൽ കൊടുത്തിടുമ്പോഴത്തേക്കിന് അവർ അറിയാതെ പോകുന്ന അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇവർ ഇതൊക്കെ. ഓക്കെ, ആൻഡ് ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ആണ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആരും ചോദ്യം ചെയ്യാനോ പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോസിനൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കൊച്ചട്ടന്മാരെ മുണ്ട് നടക്കി കൊടുത്ത് തൊടയൊക്കെ കാണിച്ച് നടക്കുമ്പോഴത്തേക്കും ഇവിടെ ആർക്കും ചോദ്യം ചെയ്യാനില്ല, ഒന്നും പറയാനില്ല. എത്ര പെൺകുട്ടികൾ പല വീഡിയോസിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ആൺകുട്ടികളുടെ ബാക്കാണ് ഇഷ്ടം, അവരുടെ അങ്ങനെ ഇങ്ങനെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നും ഇപ്പം ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്, മറ്റേന്ന് മറിച്ചൊന്നും ആരും ഇവിടെ പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. പക്ഷെ ഒരു പെൺകുട്ടി ചെയ്യുമ്പോൾ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇതിനകത്തുള്ള ഏറ്റവും പേടിപ്പിക്കുന്ന ഫാക്ടർ അത് പറയുന്നത് മറ്റൊരു പെണ്ണ് തന്നെ. ആൻഡ് ആ കൂട്ടത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ടം നമ്മുടെ സൊസൈറ്റിയിലെ കുറെ പുഴുക്കുത്തുകൾ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇനി ഞാൻ വേറൊരു റീൽ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷന്റെ റിയാലിറ്റി. Bro, what you thinking about this? That's our tradition, bro. In ancient times,
They used to wear like that. So then what about this? That's evolution, bro. Started wearing like this to feel more comfortable. So then what about this? That's our ancient culture of women. They used to wear like that. And nowadays people are ruining our culture. About this? Yeah, bro, this is what I'm meaning. See, the people are wearing nowadays these type of clothes, especially the women. I don't feel right. So if that thing happened to man, that is called comfortability, and if thing happened to woman, then it is called ruining our culture, right? Do you understand something? And I said differently. Yes, bro. I understand. എക്സാക്ട്ലി ഇത് തന്നെയല്ലേ ഇപ്പം നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ന് കറണ്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ. ഇടയിൽ ഒരു ആണ് ചെയ്താൽ ആണിന് മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമില്ല, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ പ്രശ്നമില്ല. ഒരു പെണ്ണ് ചെയ്താൽ അത് പ്രശ്നമാണ്. വൗ, സൂപ്പർ അല്ലേ. ഇനി നമ്മളിനിയും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാനൊരു ബുക്കും പേനയും എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തിലൊക്കെ PSCക്കും ഒക്കെ ഇത് ചോദിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക, ഇത് നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആവാൻ പോവുകയാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് കേൾക്കും മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ഷെഫീന ബീവിയുടെ ആ ഒരു അതിനുശേഷം ഇട്ടേക്കുന്ന എക്സ്പ്ലനേഷൻ വേണ്ടി നമുക്ക് കാണാം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കൊടുക്കാൻ. ഒരു തെറ്റിദ്ധാരണയില്ല, നേരായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മളോട്ട് അത് എത്തിയേക്കുന്നത്. നിങ്ങൾ ആ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്ന ഒരു പെൺകുട്ടിനെ സ്ലട്ട് ഷെയിം ചെയ്തേക്കുന്ന സാധനങ്ങൾ അതേപോലെ തന്നെയാണ് ആൾക്കാരോട്ട് വന്നേക്കുന്നത്. അതിനകത്ത് ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടില്ല. ഓക്കെ, കൊടുക്കും മഞ്ജുപിള്ള എന്നെ മൂക്കി കയറ്റും എന്നൊക്കെ പറഞ്ഞു. മഞ്ജുപിള്ള എന്നെ മൂക്കി കയറ്റാൻ ഞാൻ താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മകൾക്ക് തുണിയൂരി കാണിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ അത് തുണിയൂരി കാണിക്കലാണെന്നും എന്റെ മകളോ എന്റെ കുടുംബത്തിലുള്ളതോ എന്റെ ചുറ്റുമുള്ളവരോ വേറൊരു പെൺകുട്ടിയും അവളെ മാതൃകയാക്കരുതെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിൽ നിക്ഷിപ്തമാണ്. എനിക്കത് പറയാനുള്ള ഇതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും അപരാധ സ്വാതന്ത്ര്യവും രണ്ടാണ്. ഒരു വീഡിയോയ്ക്കകത്ത് വന്ന് അഭിപ്രായം പറയുന്നതും അപരാധം പറയുന്നതും രണ്ടാണ്. ഓക്കെ, പിന്നെ ഇത് പെൺകുട്ടികൾ കണ്ടു പഠിക്കുന്നു, മറ്റേത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു, ഇൻസ്പിറേഷൻ ആക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ വളർത്തുദോഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ദയാസുജിത്തിൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആൾക്കാർ വഴിതെറ്റിപ്പോയിന്ന് പോലും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ കൊച്ചു കുട്ടികൾക്ക് ഇപ്പം ചോറ് കൊടുക്കാനെ കൊണ്ട് പണ്ട് ഇതുപോലെ നിങ്ങൾ ഈ പണ്ടത്തെ കാര്യം പറയുമ്പോഴത്തേക്കിന് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാക്കാൻ പിടിക്കാൻ വരും, മറ്റേത് പിടിക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് മൊബൈൽ ഫോണിനകത്ത് നിന്റെ ഡൊറബുജി കാണിച്ച് തരില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പം ചെറിയ പ്രായം തൊട്ട് തന്നെ സംസാരിക്കാൻ തുടങ്ങാൻ മുന്നേറ്റ ഫോൺ കാണിച്ചിട്ട് ആ കുട്ടികളുടെ കൊടുക്കുന്ന ഫോണിനകത്ത് VPN ഇട്ടോ അല്ലെങ്കിൽ ഇഗ്നിറ്റോ മോഡ് ഇട്ടോ വിദേശ യാത്രകൾ നടത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന സംഭവ വികാസങ്ങൾ കാണാനെ കൊണ്ട് അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ. ഇപ്പോൾ വളർന്നിരുന്ന ഓരോ കുട്ടികളാണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചെറുപ്പത്തിൽ തന്നെ ഈ ഓരോ ഗാഡ്ജറ്റ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മൊത്തത്തിൽ പോകുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവർക്കൊന്നും ആക്സസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ദയാസുജിത്ത് ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഒരു മോഡൽ ഷൂട്ട് ഇട്ടതുകൊണ്ട് എന്ത് വഴി തെറ്റാനാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സൊസൈറ്റിയിലെ പല ആളുകളുടെയും പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നം നേരെ ഇവർ കൊണ്ട് ബ്ലെയിം ചെയ്യുന്നത്, അവരുടെ കഴിവുകേട് അവർ കൊണ്ടുവന്ന് ബ്ലെയിം ചെയ്യുന്നത് മറ്റുള്ള പെൺകുട്ടികളുടെ വസ്ത്രദാനത്തിലാണ്. ഇനി ഈ പറഞ്ഞേക്കുന്ന ഈ അപരാധ സ്വാതന്ത്ര്യം പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞേക്കുന്നതിൻ്റെ ലീഗൽ വശങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ലോയർ ബ്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമുക്കിനി അതൊന്ന് കാണാം. ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വെയിറ്റ് അഭിപ്രായം പറയാൻ മുട്ടുന്നുണ്ടാകും. ജസ്റ്റ് ഹോൾഡ് ഓൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫോട്ടോ ഒരു പെൺകുട്ടി അവളുടെ പ്രൊഫൈലിൽ പബ്ലിക്കായി ഇട്ടതാണ്. എനിക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് ഒരു കുഴപ്പവും തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ മാന്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള പൂർണ്ണ റൈറ്റ് ഉണ്ട്. പക്ഷേ തോന്നിവാസം പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരാൾക്ക് മാനഹാനി വരുത്തുന്ന രീതിയിൽ കമന്റുകൾ പറഞ്ഞാലോ അല്ലെങ്കിൽ വീഡിയോ വഴി റിയാക്ട് ചെയ്താലോ പ്രശ്നമാകും ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷേ അഭിപ്രായം പറയുമ്പോൾ ഒരാളെ ഡീഫെയിം ചെയ്യുന്ന രീതിയിൽ അഭിപ്രായം പറയാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന നിങ്ങൾക്ക് തരുന്നില്ല. ആൻഡ് ഡീഫമേഷന്റെ പരിധിയിലേക്ക് പോവുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 356 2 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ്. ആൻഡ് നിങ്ങൾ ഈ ഡീഫെയിം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അവരങ്ങനെ സിവിൽ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. സോ ഗൈസ്, ഈ പരിപാടി ചെയ്യരുത്. അഭിപ്രായം മാന്യമായ രീതിയിൽ പറയുക. തോന്നിവാസവും ഡീഫമേഷനും ആയാൽ ജയിലാകും, പൈസ പോകും. ഇതൊക്കെ പ്രശ്നം വെച്ചാൽ പക്ഷേ ഇതിൽ ഉണ്ണി വ്ളോഗ്സ് ഒക്കെ കൊടുത്തേക്കുന്ന കേസ് കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം അങ്ങനെ ഈ ഒരു നിലവിൽ പോയേക്കുന്ന ഈ ഒരു കേസിനകത്ത് അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടല്ലേ എത്ര ധൈര്യത്തോടെ പുള്ളിക്കാരി എന്ന് പറയുന്നത്. അത് അവരുടെ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഒരു ഫ്ലഡ് പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് സൈബർ സെല്ലിലോട്ട് പോയാൽ മാത്രമേ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നടപടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി ബാക്കി പറയുന്ന കാര്യം കേൾക്കാം. ഈ മോഡേണിസം എന്ന് പറയുന്ന തുണിയൂരി കളയൽ എന്നൊരു ധാരണ പണ്ട് കാലഘട്ടങ്ങളിലുണ്ട്. അതിലേക്ക് നിങ്ങൾ ഞങ്ങളെ വീണ്ടും കൊണ്ട് എത്തിക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് നമ്മൾ കുറച്ച് മോഡേൺ ആയിട്ടൊക്കെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മീൻസ് പുരോഗമന ശരീരത്തിൽ വരുമല്ലോ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതുപോലെയാണ്, ഇത്തരം എൻഡിങ്ങിലേക്കാണ് നീ പോകുന്നത് എന്ന് പറയപ്പെടുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഫോളോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ പോലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലേ ഇപ്പോഴും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അല്ലേ? പിന്നെ വസ്ത്രമൂരി എറിയുന്നതാണ് ഈ പറയുന്ന പോലെ മോഡേണിസം എന്നൊക്കെ ഇവിടെ ആരും വന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അവരിടുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്ത് ഈ പറയുന്ന ഘോര വലിയ പ്രസംഗത്തിന്റെ ആവശ്യമില്ലേ? കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് കൂടിയാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു അത്രയും വലിയ നെറികെട്ട സൊസൈറ്റിയുടെ അടുത്താണ് ഞാൻ ഈ പറയുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ അടുത്താണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഓക്കെ, അത് മാറ്റേണ്ടത് നിങ്ങളുടെ ചിന്താഗതിയാണ്. മതവിശ്വാസങ്ങളിൽ മെയിൻ ആയിട്ടും ഇസ്ലാം മതവിശ്വാസങ്ങളിൽ നിന്ന് കലയെ ആസ്വദിക്കുന്ന കലാപരമായ കാഴ്ചപ്പാടുള്ള കുട്ടികളെ പുറത്തേക്ക് വിടാത്തൊരു രീതിയുണ്ട്. ഞാൻ മോഹിനിയാട്ടം പഠിച്ചോളാണ്, എനിക്ക് അരങ്ങേറ്റം നിഷേധിക്കപ്പെട്ടതാണ്. പൊട്ടിട്ട് അരങ്ങേറേണ്ടി വരും, അമ്പലത്തിൽ അരങ്ങേറേണ്ടി വരും, പാറ്റില്ല എന്ന് പറഞ്ഞതാണ്. പ്രതികാര നടപടിയായിട്ട് ഞാൻ പൊട്ടിട്ടുണ്ട് നടക്കാറുണ്ട്. അതാണ് എന്റെ പ്രതികാര നടപടി. അതാണ് ആ അരങ്ങേറ്റം എനിക്ക് സാധ്യമാകാത്ത ഒരു കാര്യമാണ്. അരങ്ങേറും എന്റെ കാല് സെറ്റ് ആകുമ്പോൾ ഞാൻ തന്നെ അരങ്ങേറുന്ന ഒരു കാര്യമാണ് മോഹിനിയാട്ടത്തിൽ. ഇതേപോലെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിരുന്നു, എന്റെ ബാല്യകാലത്ത് നമ്മൾ ഫേസ് ചെയ്തിരുന്നു. അതേപോലെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ട് എത്തിക്കരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കത് കഴിഞ്ഞില്ല, ഇനി വേറൊരാൾ അത് ചെയ്യുകയും വേണ്ട. അവരുടെ കാലത്ത് ഇവർക്ക് അങ്ങനെ ആ രീതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. ദയാസുജിത്തിന്റെ ഈ ഒരു പ്രായത്തില് പുള്ളിക്കാരിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഇപ്പൊ വന്നിട്ട് ഈ രീതിയിൽ വന്ന് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. ആ കുട്ടി കാണിച്ച വൃത്തികേട് എനിക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഞാൻ എന്റെ മകളെ പോലെ സ്നേഹിച്ചതുകൊണ്ടാ. മകളെ പോലെ സ്നേഹിച്ചത് കൊണ്ടോ? അതെന്തൊരു അമ്മയാണ്, അതെന്തൊരു മാതൃത്വമാണ്. ഗൈസ്, നിങ്ങളൊന്ന് ആലോചിക്കും, മകളെ പോലെ കണ്ട ഒരു വ്യക്തി ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞു തരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തുള്ള സകലമായ അപരാധങ്ങളും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ സാധനങ്ങളൊക്കെ ആ വീഡിയോക്കകത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മ പറയേണ്ടുന്ന വാക്കുകളാ, അതൊരു മകളുടെ അടുത്ത് സ്നേഹത്തോടെ പറയേണ്ടുന്ന വാക്കുകളാ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയാണ് ഇതുപോലെ വന്നിട്ട് ഇമാതിരി മറ്റടുത്ത വർത്താനം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവരെ അമ്മ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രം ഒരു അമ്മയാവത്തില്ല, കർമ്മം കൊണ്ടുകൂടി അതാവണം, അല്ലേ? അങ്ങനെ ഒരാളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇത് വല്ലാത്തൊരു അമ്മയാണ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു സംഗതിയായിട്ട് മാറുന്നത് കല്യാണ ദിവസങ്ങളിലൊക്കെയാണ്. ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണെന്നുള്ളത്. ബുക്കും പേപ്പറും പേനയൊക്കെ എടുത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ, ഇത് എഴുതിയെടുത്തോളൂ. അടുത്ത ലക്കം PSC എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ BR അംബേദ്കർ എഴുതിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഇപ്പൊ പിന്നെ BNS ആണല്ലോ, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഇങ്ങനെ ഇന്ന വസ്ത്രം ഇന്നൊരു സമയത്ത് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവരിവിടെ പറയുന്നത് പ്രകാരം ഈ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കേണ്ടുന്നത് കല്യാണ ദിവസം മാത്രമാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഞാൻ ആ ഒരു ഭരണഘടനയിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. BNS ഷഫീന ബീവി അപരാധം ആക്ട് 2026 പ്രകാരം കല്യാണ ദിവസം മാത്രമേ അട്രാക്ട് ചെയ്യുന്ന വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ഒപ്പ്. അപ്പം ഞാൻ ഈ എടുത്തേക്കുന്ന ഈ ഒരു ദിവസവും ടൈമും എല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചോ. അടുത്തിലൊക്കെ BSc എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്നതായിരിക്കും. ആരും ഉത്തരം കൊണ്ടുപോയിട്ട് തെറ്റിക്കില്ല കേട്ടോ. മഴയിൽ നിന്ന് വെയിലിൽ നിന്ന് ഒക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടി നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വസ്ത്രം എന്ന് പറയുന്നത്. ഈ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷണം നേടാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കുട പിടിച്ചാൽ പോരെ? അതിന് വസ്ത്രത്തിന്റെ ആവശ്യമുണ്ടോ? അല്ലിപ്പോൾ മഴക്കാലമാണെന്ന് തുടങ്ങിയപ്പോൾ റെയിൻകോട്ട് വാങ്ങിച്ചിട്ടാലും മതിയല്ലോ. ഇതിപ്പോ ഇവരുടെ ഒരു പറഞ്ഞേക്കുന്ന കാര്യത്തിന് പിന്നെയൊക്കെ ന്യായീകരിക്കണമല്ലോ. എന്തായാലും കയ്യിൽ നിന്ന് പോയി എയറിലോട്ട് കയറി പിന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാ പറഞ്ഞു പോകുന്നത്. ഒരു കുട വാങ്ങേണ്ട കേസിലാണ് ഇവര് ഉടനെ വസ്ത്രത്തെ കാണുന്ന രീതി ഉടനെ അങ്ങ് മാറി. നാട്ടുകാരെ കാണിച്ച് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയലൈസേഷനാണ് ഞാൻ എതിർക്കുന്നത്, വെറുക്കുന്നത്. ഇനി ഇവർ ഇങ്ങനെ വീടിക്കത്ത് കുറെ അപരാധം മറ്റേ വീടിക്കത്ത് പറഞ്ഞ പോലെ തന്നെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇനി ഇങ്ങോട്ട് വെക്കുന്നില്ല. അതല്ലാത്ത കുറച്ച് ഭാഗങ്ങൾ കേൾക്കാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ട് വെക്കാം. ഒരുപാട് ഇടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്, പല സംസ്കാരങ്ങളെ കണ്ടിട്ടുണ്ട്. എവിടെയും നിന്നെയൊക്കെ പോലെ തുണിയിലാണ് നടക്കുന്നതില്ല. ഉണ്ട്, എവിടെയെന്ന് അറിയാം, തായ്ലൻഡിൽ ഒരു പ്രത്യേക സ്ട്രീറ്റ് ഉണ്ട്, അവിടെയുണ്ട്. ഇന്ത്യയിലുമുണ്ട് ഒരു റെഡ് സ്ട്രീറ്റ്, അവിടെയും ഉണ്ട്. ഇങ്ങനത്തെ വസ്ത്രധാരണങ്ങൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രീറ്റുകളിലേക്ക് എനിക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെയുള്ള പെണ്ണുങ്ങളോട് എനിക്ക് പുച്ഛവും വെറുപ്പുമാണ്. ശരീരത്തിലുള്ള ഒരു തുള വെച്ച് അതിൽ കൂടെ പണമുണ്ടാക്കി മക്കൾക്ക് ആഹാരം കൊടുക്കുന്ന ഓരോ സ്ത്രീയും വെറുക്കപ്പെട്ടവളാണ് എന്റെ മുന്നിൽ. എന്റെ മനസ്സിൽ അതാണ്, എന്റെ ചിത്രം അതാണ്. ഇങ്ങനൊരു മോഡൽ ഫോട്ടോഷൂട്ട് നടത്തിയത്, അതും 2023 ഒരു മോഡൽ ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ റെഡ് സ്ട്രീറ്റിലെ ശരീരം വിൽക്കുന്ന സ്ത്രീകളോട് വരെ താരതമ്യപ്പെടുത്തിയിട്ട് ഇങ്ങനെ പറയാന്ന് പറയുമ്പോഴത്തേക്കും ഇവരുടെ ചിന്താഗതി ഒന്ന് ആലോചിക്കും. ഇവര് മികച്ച ഒരു അമ്മയാണ്. 2026 മികച്ച അമ്മയ്ക്കുള്ള ഒരു അവാർഡ് ഷഫീന ബീവിക്ക് തന്നെ കൊടുക്കേണ്ടത് തന്നെയാണ്. അല്ല, ഇവർ ഈ പറയുന്ന സ്ട്രീറ്റിലെ ശരീരം വിൽക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സ്ത്രീകളുടെ കാര്യം ഇവർ പറയുന്നു, അങ്ങനെയുള്ളവർ മോശമാണ് എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ അത് കാണുമ്പോൾ മോശമാണെന്ന് പറയുന്ന ഇവരുടെ അടുത്ത് തന്നെ നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന ശരീരം വിൽക്കുന്ന പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒക്കെ അടുത്തേക്ക് പൈസ കൊടുത്ത് അവരെ സമീപിക്കാൻ പോകുന്ന ആണുങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ലേ? അതായത് 2 പേർ ചേർന്ന് ഒരു കാര്യം ചെയ്യുകയും അതിനകത്ത് ഒരാൾ മാത്രം തെറ്റുകാരാവുകയും ചെയ്യുന്ന ഒരു പരിപാടി.
വാവ്, ഇവരുടെ ഒരു കോൺസെപ്റ്റ് ഇതാണ്. അതായത് രണ്ടുപേർ ചേർന്ന് ചെയ്യുന്നു, ഒരാൾ മാത്രം തെറ്റുകാരാകുന്നു. അവിടെ സ്ത്രീകൾ മാത്രമാണ് പ്രശ്നം. ഇതിൽ നിങ്ങൾ ആലോചിക്കണം, പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്ത് പോകുന്ന പലരും കുടുംബവും കുട്ടികളൊക്കെ ഉള്ള ആളുകൾ തന്നെ പോകുന്നുണ്ട്. അതൊന്നും അവർ ചെയ്യുന്നത് തെറ്റല്ല, ആ സ്ത്രീകൾ അവർ മാത്രമാണ് തെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന് ഈ ഡ്രസ് ഉണ്ടംപൊരിയാണ്. ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഈ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെയല്ല. ഞങ്ങൾക്കും അഭിപ്രായമുണ്ട്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, പുറത്തിറങ്ങാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ ഒരാൾക്കൊപ്പം പോകേണ്ട ഒരു ഗതികേടിൽ നിന്ന് ഞങ്ങളിലേക്കുള്ള ആ മാറ്റം കൊണ്ടെത്തിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. ആ കഷ്ടപ്പാടിലേക്ക് വെള്ളം കോരി ഒഴിക്കുന്ന പരിപാടി നിങ്ങൾ ചെയ്യാതെ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്തേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെ, അതായത് പുള്ളിക്കാരി ആണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് ചുരിദാർ ഇടാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഒരുപാട് പോരാടിയത്, സൈക്കിൾ ചവിട്ടാൻ വേണ്ടി അങ്ങനെ ഒരുപാട് ഫ്രീഡം ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഒപ്പം ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചാണെന്ന് തോന്നുന്നു. അപ്പം എന്താണെങ്കിലും അന്ന് മുതൽ പുള്ളിക്കാരി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വ്യക്തി തന്നെയാണ്. സൂപ്പർ. ആണിനേക്കാൾ വിദ്യാഭ്യാസം വേണ്ടത് പെണ്ണിനാണ്, ആണിനേക്കാൾ സൗകര്യങ്ങൾ കൊടുക്കേണ്ടത് പെണ്ണിനാണ്, എല്ലാ രീതിയിലും മുൻഗണനയും പരിഗണനയും വേണ്ടത് പെണ്ണിനാണ്. അത് ഔദാര്യമല്ല, അവകാശമായി ഏറ്റെടുക്കണം. ഇവിടെയാണ് ഇവരൊരു ഫേക്ക് ഫെമിനിസ്റ്റ് ആണെന്നുള്ളത് കുറച്ചുകൂടെ ആക്കം കൂട്ടി തരുന്നൊരു സാധനം. വാവ്, അതായത് സ്ത്രീകൾക്ക് ആണിനേക്കാൾ കൂടുതൽ എഡ്യൂക്കേഷൻ, ആണിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോഴത്തേക്കിന് അപ്പൊ ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം എന്ത്, ആണിനേക്കാൾ കൂടുതൽ പെണ്ണിനോ പെണ്ണിനേക്കാൾ കൂടുതൽ ആണിനോ അല്ല, രണ്ടുപേർക്കും ഈക്വൽ. അതാണ് ഓക്കെ. ആണും പെണ്ണും ഒരേപോലെ ഈക്വൽ ആണ്. മനസ്സിലായി? ആണിനേക്കാൾ പെണ്ണിന് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആണിനെ ചോദ്യം ചെയ്യാത്ത കാര്യത്തിൽ പെണ്ണിനെ പോയി ചോദ്യം ചെയ്യാം. അങ്ങനെയാണോ? എന്തോന്നടേ ഇത്. ഇനിയിപ്പം നിങ്ങൾ കുട്ടികൾ കണ്ട് വഴിതെറ്റുന്നു ദയാസുജിത്തിനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് കുട്ടികൾ കണ്ട് പഠിക്കേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ദയാസുജിന്റെ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇതുപോലുള്ള കുറെ അപരാധ സമൂഹം നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതുപോലെ കല്ലേറുകളായിട്ട് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളത്. അത് നിങ്ങളിതാ കണ്ടോ? ഒരിക്കലും എനിക്ക് പൂ മേടിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ പൂ ആദ്യമായിട്ട് മേടിച്ചു. കുറച്ച് നാളായി, ഒരു 1 വീക്കോളമായി. 1 വീക്കായോ ഇല്ല. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഐ ഗോട്ട് മൈ സെൽഫ് റിലീസ്. എനിക്കൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അവൾ പൂ മേടിച്ചോ, എനിക്കിത് ആക്ച്വലി ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. കാരണം ടു ലവ് യുവർ സെൽഫ് ഇസ് ടു ബി സീൻ ബൈ യുവർ സെൽഫ്, ടു റെസ്പെക്ട് യുവർ സെൽഫ്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് എന്നെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കെങ്ങനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരിക്കലും എനിക്ക് പൂ മേടിച്ചിട്ടില്ല. ബാക്കിയുള്ളവർക്ക് ഞാൻ പൂ മേടിച്ചിട്ടില്ല, എനിക്ക് മാത്രമേ പൂ മേടിച്ചില്ല. ദയാസുജിത്ത് തൻ്റെ ലൈഫിനെ കാണുന്ന ഒരു രീതി, തൻ്റെ ലൈഫിനോടുള്ള ആ ഒരു കാഴ്ചപ്പാട്, അതിനോടുള്ള സമീപനം, അത് ഈ ഒരു ഒറ്റ പോസ്റ്റിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. അതായത് നമ്മൾ എത്ര പേര് ചിന്തിക്കാറുണ്ട്, നമ്മളൊരു മറ്റുള്ള ആളുകൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, നമ്മൾക്ക് തന്നെ ഗിഫ്റ്റ് എത്ര പേര് കൊടുക്കാറുണ്ട്. തനിക്കൊരു പൂ വാങ്ങിച്ചു കൊടുത്തു എന്നുള്ള സാധനം പറയുന്നത് എത്ര വലിയ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. എത്ര പേര് നമ്മളെ തന്നെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ട്. അഹങ്കാരത്തിന്റെ സാധനമോ കാര്യങ്ങളൊന്നല്ല ഞാൻ പറയുന്നത്. സ്വയം ഞാനെന്ന് ഭാവിച്ചെടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടായിരിക്കും, അവരെ പറ്റിയിട്ടല്ല പറയുന്നത്. നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു സെൽഫ് റെസ്പെക്ട്, നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മളൊരു കാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി പോയി നിൽക്കുമ്പോഴത്തേക്കിന് നമ്മളിപ്പോൾ സമൂഹത്തിന് ഒരു വിപത്തല്ല, സമൂഹത്തിന് ഒരു ആപത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയുക. കണ്ണാടി മുന്നിൽ നമ്മൾ അത്രയും കോൺഫിഡൻസോട് തന്നെ, അത്ര സെൽഫ് റെസ്പെക്റ്റോട് തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്ട് തോന്നുന്ന തരത്തിലോട്ട് നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അത് ഈ പറയുന്ന നമ്മുടെ വളർത്തു ഗുണത്തിൻ്റെയും നമ്മളുടെ കാഴ്ചപ്പാടുകളുടെ ഒക്കെ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ് ആ രീതിയിൽ വരാൻ പറ്റുക, അല്ലേ? അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദയാസുജിത്ത് എത്ര മനോഹരമായിട്ടൊരു കാര്യമാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ സെൽഫായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞേക്കുന്ന ഈ അപരാധം പിടിച്ച ഈ പുഴുക്കുത്തലായിട്ടുള്ള ടീംസിന് പറ്റുമോ? ഇപ്പോഴും ഈ കമൻറ്റ് ബോക്സിലും വരും കുറേ എണ്ണങ്ങൾ. ഓക്കെ. ആൻഡ് ഇനിയും ഷഫീനബി പുള്ളിക്കാരി കാരണം ഞങ്ങളുടെ നാട്ടിലെ പാമ്പുകളൊക്കെ ഈഗോ അടിച്ച് നടക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ പല്ലിലെ വിഷം മൊത്തം തീർന്നു പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പല്ലിലെ വിഷം മൊത്തം ഇപ്പോൾ ഏൽക്കുന്നില്ല. അതിനെക്കാട്ടി വലിയ വിഷങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടങ്ങളായിട്ട് വേറെ കിടപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പാമ്പുകൾ വരെ ഈഗോ അടിച്ച് നടക്കുകയാണ്. നേരത്തെ എഴഞ്ഞോണ്ടല്ലേ നടന്നുകൊണ്ട് ഇപ്പോൾ എണീച്ച് നടക്കുകയാണ്. കാര്യം പലതും തിരിഞ്ഞാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് my energy അങ്ങോട്ട്, and I don't want to have that negative energy by saying the names, but I'll say this for once. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിനൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ പൊട്ടിയാണ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ
ഫുള്ള് കാണാത്തതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് വില ഉണ്ടായിരുന്നു. സത്യം പറയാലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്കുണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean, yes, it was affecting എൻ്റെ അമ്മേനച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They were like, it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. ആ ജീവിയുടെ പേരാണ് ജെഫീന ബീവി. I'm going to still continue with that. I'm not going to let it affect me. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും, ഇത്ര എനർജി നിങ്ങൾ കളയുണ്ടെങ്കിൽ എന്തിനാണ് സംസാരിക്കുന്നത്? എൻ്റെ ബ്ലോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. ഏത് അത്രേ ഉള്ളൂ. നമ്മൾ എൻ്റെ ഒരു വയസ്സരുത് നമ്മുടെ ഒരാൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നമുക്ക് ശരിയെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരാൾ വന്നിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു മൈൻഡ് സെറ്റ് അവർ വന്ന സാഹചര്യത്തിൻ്റെയും വളർന്ന സാഹചര്യത്തിൻ്റെ ഇത് വെച്ചിട്ടായിരിക്കും അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പൊളിച്ചിലുണ്ടല്ലോ, നമ്മുടെ അടുത്ത് ഒരു തവണ ചെയ്യലെന്ന് പറഞ്ഞേക്കുന്ന സാധനം ഒരു 10 തവണ ചെയ്തിട്ടായിരിക്കും ഞാൻ ഇനിയും ചെയ്യും എന്ന് നമുക്ക് പറയാൻ തോന്നും. കാര്യം അങ്ങനെ തന്നെ നമ്മൾ പല ലൈഫിൽ പല സിറ്റുവേഷൻ നമ്മളങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ അടുത്ത് എന്ത് ചെയ്യലെന്ന് പറഞ്ഞാൽ 100 തവണ ചെയ്ത് കാണിക്കണം. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ശരിയെന്ന് തോന്നുന്നു, നമ്മളത് ചെയ്യണം. ആരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. all fun and games until someone's life is getting affected. Mine was not getting affected. I was angry, I was so pissed off, but I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്, ഈ ഒരു ജീവിയാണ്. സോറി, a lot of lives have been affected, so that is not fair. That she has no right to do that. നമ്മൾ എന്തൊക്കെ don't let it affect us, ignore it എന്നൊക്കെ പറഞ്ഞാലും for some people it is not really easy. And the worst part, ഇതൊക്കെ പൊട്ടെ, എനിക്ക് worst part ആയിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. Like thinking there is a community itself is like, okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാം, എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായി. I was scared. സീരിയസ്ലി ആരാണെങ്കിലും ഒന്ന് പേടിച്ചു പോകും. കാര്യം എന്ന് വെച്ചാൽ അവർ വീഡിയോക്കകത്ത് പറഞ്ഞതിനേക്കാൾ ഉപരി ആ പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമൻറ്റ് സെക്ഷൻ കാണുമ്പോഴാണ്. സ്റ്റിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോക്കകത്തും ഞാൻ 1-2 കമൻറ്റ് ഞാൻ മറുപടി കഴിഞ്ഞ വീഡിയോ കൊടുത്തു. എന്നിട്ടും ആ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കിന് ഞാൻ ആലോചിക്കുന്നു ഇവരുടെ വീട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ തന്നെ പലരും കമൻറ്റ് ഇടുന്നുണ്ട്, അവരുടെ മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോരം വീർപ്പ് മുട്ടി ജയിലിനകത്ത് അടച്ചിട്ട പോലെ ആയിരിക്കും കഴിയുന്നത് അല്ലേ. പിന്നെ പലരും പറഞ്ഞത് നമ്മുടെ സംസ്കാരമാണ്, നമ്മൾ എന്തിനാണ് പാശ്ചാത്യ സംസ്കാരത്തേക്ക്. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നത് അവരുടെ ചോയ്സാണ്, അതിനകത്ത് ഈ സംസ്കാരം ഇതും പിടിച്ചോണ്ട് വരല്ലേ. പിന്നെ കുറെ ആൾക്കാർ സനാതന ധർമ്മം അങ്ങനെയാണ് മറ്റേത് അങ്ങനെ പറയുന്ന കുറച്ച് ടീംസിനെ കണ്ടിട്ടുണ്ടല്ലോ, തേങ്ങാ കൊല. ഇതിനകത്ത് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ കയറിയിട്ട് ചോദ്യം ചെയ്യുകയും അവരെ ഇപ്പം അവൾ അങ്ങനെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിച്ച് ചീന്താനെ കൊണ്ട് അവളെ ഇട്ട് കൊടുത്തോളൂ, ഒരു പ്രശ്നമില്ല, അവൻ്റെ തെറ്റല്ല അത് അവളുടെ തെറ്റാണെന്ന് പറയുന്നതാണോ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത്? സംസ്കാരത്തെ പറ്റിയിട്ട് വലിയ വാദിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്. അതുകൊള്ളാം. അല്ല കേട്ടോ, but I have noted people down, like this is not a threat or something, but I have noted people down who are against and with me, and I have also noted what specifically they have mentioned, so if in the future I can ഇട്ട് കൊടുക്കാം എന്നായിരിക്കും. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയർലൈനിൽ ചിലപ്പോൾ എയറിൽ പോകുമായിരിക്കും. അത് കൊടുക്കണം, ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കിട്ടും. ആ കിട്ടുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് എല്ലാം നല്ല കണക്കിന് കൊടുക്കണം. വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു, ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യാൻ കേട്ടോ, ചേച്ചി കാരണം ഞാൻ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു, ചേച്ചി എനിക്ക് ഇനിയും മേക്കപ്പ് പഠിപ്പിച്ചാൽ. ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, to inspire people to be themselves and to teach them what I know. Yes, ദയാ സുജിത്ത് ഈസ് ആൻ ഇൻസ്പിറേഷൻ. ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ആളുകൾക്ക് എടുക്കാം. കാരണം ഇപ്പം ആലോചിച്ച് നോക്കൂ, ഇവിടെ ദയാ സുജിത്തിൻ്റെ ഈ ഒരൊറ്റ വീഡിയോ ഉണ്ട്. ഇവരുടെ ആ ഒരു വീഡിയോക്കകത്ത് തന്നെ ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലേ. ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തേക്കുന്ന ഒരു രീതി. പിന്നെ ഒരുപാട് ആളുകൾക്ക് തനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നവർ ഈ ലോകത്ത് ഒരു മണ്ണാകട്ടെ ഒരുത്തനും പറയുന്ന അല്ലെങ്കിൽ ഒരുത്തിയും പറയുന്ന മൈൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കണം.
അല്ലേ? അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം നമുക്ക് സെൽഫായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം, അതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ്, ഈ ഇത്രയും കാര്യങ്ങൾ ഒരു പോസിറ്റീവ് എനർജി ഒക്കെ ഉണ്ടാക്കുക, അതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക, നെഗറ്റീവ് എനർജി അതൊക്കെ തള്ളികളെ, ഇത്തരം പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അത് അഡാപ്റ്റ് ചെയ്തുകൂടെ? അപ്പം അതൊന്നും ആളുകൾ അഡാപ്റ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു മോഡൽ ഫോട്ടോഷൂട്ട് നടത്തി കഴിഞ്ഞാൽ അത് മാത്രം ആൾക്കാർ നോക്കി ചെയ്യുന്നു, അത് ചെയ്യുന്നത് വലിയ മഹാവരം എന്ന് പറയുമ്പോൾ അങ്ങനെ അത് മാത്രം എന്നുള്ള രീതിയിൽ അത് കണ്ട ആൾക്കാർ വഴിതെറ്റിപ്പോകുന്നു, മറ്റേത് മറിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത് നിങ്ങളുടെയൊക്കെ പേരൻറ്റിങ്ങിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് പിള്ളേരെ വളർത്താൻ അറിയത്തില്ല, സീരിയസ്ലി. ഓക്കെ, ഇനി ഇവർ പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ എടുത്തിട്ട് പോകുന്ന അങ്ങനെയുള്ളവരെ അതാ ഇതാന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ തൻ്റെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് പോവുകയാണ് എന്നുള്ളത് വിചാരിക്കുക. അങ്ങനെ പോകുന്ന സമയത്തേക്ക് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഒരു നോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നോയെ പോലും അക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് ഒരുത്തിന് പറ്റണം. ആ രീതിയിൽ മക്കളെ വളർത്താനെ കൊണ്ട് പഠിക്കണം. അതിന് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു പരാജയമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ സമൂഹത്തോടെയാണ് പറയുന്നത്, ഈ സൊസൈറ്റിയുടെ അടുത്താണ് ഇങ്ങനെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന സൊസൈറ്റി അടുത്താണ് പറയുന്നത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു നോ പറഞ്ഞാൽ അതിനെ പോലും റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ മക്കൾക്കെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ ഭർത്താവ് ഇവർക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? പൈതൃകം എന്ന് പറയുന്ന സാധനം ഇല്ലാത്തതിൻ്റെ, അല്ലെങ്കിൽ അത് ഒന്നിലധികം ഉണ്ടായി പോകുന്നതിൻ്റെയൊക്കെ പ്രശ്നമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അതിനകത്ത് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് ഇങ്ങനെ കയറി വേറെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി.